ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 4 എക്സസൈസ് 4.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ദ ഔട്ട്കംസ് യു ക്യാൻ സീ ഇൻ ദീസ് എക്സ്പെരിമെന്റ്സ്. താഴെ 2 എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്, അതിന്റെ ഔട്ട്കംസ്, ഇതിന്റെ റിസൾട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് സ്പിന്നിങ് എ വീൽ. ഒരു വീലിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ആ വീല് സ്പിൻ ചെയ്യുമ്പോൾ, കറക്കുമ്പോൾ ഏതൊക്കെ ഔട്ട്കംസ് കിട്ടാം, ഏതൊക്കെ റിസൾട്ട് കിട്ടാം, ഏതൊക്കെ കിട്ടാം? എ ആവാം, ബി ആവാം, സി ഡി. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. എ 2 പ്രാവശ്യം വന്നിരിക്കുകയാണ് അല്ലെ. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വന്നത് നമുക്ക് ഒന്നായിട്ട് കരുതിയാൽ മതി. അപ്പോൾ ഒരു പ്രാവശ്യം എ എഴുതിയാൽ മതി, 2 എ എഴുതണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടോസിങ് 2 coins ടുഗദർ. 2 കോയിൻ ഒരേ സമയം ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഔട്ട്കംസ് കിട്ടും? അപ്പോൾ ഞാൻ 2 കോയിൻ ഒരേ സമയം നമ്മൾ ടോസ് ചെയ്യുമ്പോൾ ഇതിൽ രണ്ടിലും ഹെഡ് ആവാം അല്ലേ. ഈ കോയിനും ഹെഡ് ആവാം, ഈ കോയിനിലും ഹെഡ് വരാം. ഇനി നമുക്ക് വീണ്ടും അത് ടോസ് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റത്തെ കോയിനിൽ ടെയിലാവാം, ഇതിലും ടെയിലാവാം. ഇനിയോ ചിലപ്പോൾ ഈ ഫസ്റ്റത്തെ കോയിനിൽ ഹെഡ് വരാം, സെക്കൻഡ് കോയിനിൽ ടെയിലായിരിക്കും വരുന്നത്. ഞാൻ 4ാമത്തെ പ്രാവശ്യം ഇട്ടു, അപ്പോൾ ഇവിടെ ടെയിലാവാം, നെക്സ്റ്റ് ഇവിടെ ഹെഡ് ആവാം അല്ലേ. അപ്പോൾ ഒരേ സമയം 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഹെഡ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2 കോയിനിലും ടെയിൽ ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് കോയിൻ ഹെഡും സെക്കൻഡ് കോയിൻ ടെയിലും ആവാം, അല്ലെങ്കിൽ ഫസ്റ്റ് കോയിൻ ടെയിലും സെക്കൻഡ് കോയിൻ ഹെഡും ആവാം. ഇതാണ് ഇതിന്റെ ഔട്ട്കംസ്. ടോസിങ് 2 coins together, the outcomes become head head, tail tail, head tail, tail head. Okay, മനസ്സിലായില്ലേ? Second question. When a die is thrown, list the outcomes of an event of getting a prime number. ഒരു ഡൈ ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൈം നമ്പർ ഔട്ട്കംസ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഒരു ഡൈസിൽ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടാവും? 1, 2, 3, 4, 5, 6 അല്ലേ. ഒരു ഡൈസിലുള്ള നമ്പേഴ്സ് 1, 2, 3, 4, 5, 6. പിന്നെ ഇതിൽ പ്രൈം നമ്പർ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ പ്രൈം നമ്പർ എന്ന് വെച്ചാൽ എന്താ? പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഖ്യയും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് തന്നെ. അത് ഇപ്പോൾ 2ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 into 2, 2. ഇപ്പോൾ 2 വരും അല്ലേ. 1 into 2, 1ഉം ഫാക്ടറായിട്ട് വരും, 2ഉം ഫാക്ടറായിട്ട് വരും. വേറെ എന്തെങ്കിലും വരുമോ? ഇല്ല. അപ്പോൾ 1ഉം ആ സംഖ്യ, അതായത് നമ്പർ ഇറ്റ് സെൽഫ് മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് പ്രൈം നമ്പേഴ്സ്. ഇനിയിപ്പോൾ 3 നോക്കി. 3 ആണെങ്കിലോ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 into 3 ആണ് 3 അല്ലേ. അപ്പോൾ 1 ഒരു ഫാക്ടറാണ്, 3 ഒരു ഫാക്ടറാണ്. വേറെ ഏതെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ വരില്ല അല്ലേ. അപ്പോൾ 1ഉം 3ഉം മാത്രമാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ 1 ആൻഡ് നമ്പർ ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് 4 ആണെങ്കിൽ നമുക്കറിയാം 1 into 4 വരും. അതുകൂടാതെ 2 into 2 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് 1, 2, 4. അപ്പോൾ 1ഉം ആ നമ്പറും കൂടാതെ ഒരു ഫാക്ടറിന് അധികം വന്നില്ലേ, 2 എന്നുള്ളത്. അപ്പോൾ ഇതൊരു പ്രൈം നമ്പർ അല്ല. നെക്സ്റ്റ് 5 എടുത്തു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് 1 into 5, 5. അതല്ലാതെ വേറൊരു മൾട്ടിപ്ലിക്കേഷന് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ഉം 5 ആണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ 1ഉം ആ നമ്പർ ഇറ്റ് സെൽഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ 6 എടുക്കുകയാണെങ്കിലോ 6ൽ 1 into 6 6 ആണ്. അതുകൂടാണ്ട് 2 into 3 6 ആണ്. അപ്പോൾ അതിൽ 2ഉം 3ഉം എക്സ്ട്രാ വീണ്ടും വരുന്നുണ്ട് ഫാക്ടേഴ്സ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രൈം നമ്പർ അല്ല. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ ഇതിൽ? 2, 3, 5. ഓക്കെ, അപ്പോൾ എയുടെ ആൻസർ എ പ്രൈം നമ്പർ അല്ലേ. പ്രൈം നമ്പർ ആയിട്ട് ഏതൊക്കെയാ?
പ്രൈം നമ്പർ ആകാൻ ചാൻസ് ഉള്ളത് ഡൈസ് നമ്മൾ ത്രോ ചെയ്യുമ്പോൾ അതിൽ പ്രൈം നമ്പേഴ്സ് കിട്ടുന്നത് 2 ആകാം, 3 ആകാം, 5. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? നോട്ട് എ പ്രൈം നമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ അല്ലാത്തത്. പ്രൈം നമ്പർ അല്ലാത്തതെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളത് അല്ലേ, അതായത് 1, പിന്നെ 4 ആൻഡ് 6. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ നോട്ട് എ പ്രൈം നമ്പർ. ഇതെന്താ? നോട്ട് എ പ്രൈം നമ്പർ ആണ്. നോട്ട് എ പ്രൈം നമ്പർ ഏതൊക്കെയാ? 1, 4 ആൻഡ് 6. നെക്സ്റ്റ് സെക്കൻഡില് ഈ ക്വസ്റ്റ്യൻ, എ നമ്പർ ഗ്രേറ്റർ ദാൻ 5. ഏത് നമ്പറാണ് ഗ്രേറ്റർ ദാൻ 5 കിട്ടാനുള്ള ചാൻസ്? ഏതാ? ഗ്രേറ്റർ ദാൻ 5. 5-നേക്കാളും വലുത് അല്ലെ, 5-നേക്കാളും വലുത് ഏത് നമ്പർ മാത്രമേ ഉള്ളൂ? 6. അപ്പോൾ ആൻസർ ഈസ് 6. എ നമ്പർ ഗ്രേറ്റർ ദാൻ 5. 5-നേക്കാളും വലിയ നമ്പർ ഇതിലേതാ? ഡൈസിലേതാ? 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി, എ നമ്പർ നോട്ട് ഗ്രേറ്റർ ദാൻ 5. ഈ ഏത് നമ്പറാണ് നോട്ട് ഗ്രേറ്റർ ദാൻ 5? 5-നേക്കാളും വലുത് ആവാത്ത ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്ന്? 5-നേക്കാളും ഗ്രേറ്റർ ആവാത്തത് അല്ലെ, 5-നേക്കാളും ഗ്രേറ്റർ ആവാത്തത് ഏതൊക്കെയാ? 1, 2, 3, 4 അല്ലെ. 1, 2, 3, 4. പിന്നെ 5 വരില്ലേ? നോട്ട് ഗ്രേറ്റർ ദാൻ 5 ആണ്. 5-നേക്കാളും വലുത് ആവാത്തത്, അതായത് 5 വരും അല്ലെ, 5 വരും. അപ്പോൾ 5 എന്തൊക്കെ വരും? 1, 2, 3, 4, 5. അപ്പൊ 5 വരാൻ കാര്യം 5-നേക്കാളും വലുതാണ് ചോദിച്ചേക്കുന്നത്, അപ്പൊ അതുകൊണ്ട് 5 കൂടെ നമ്മൾ എഴുതണം. അപ്പോൾ ബിയുടെ ആൻസർ 1, 2, 3, 4, 5. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദ പോയിന്റർ സ്റ്റോപ്പിംഗ് ഓൺ ഡി ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 1A. നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ ക്വസ്റ്റ്യൻ നമ്പർ 1A, അതിലൊരു സ്പിന്നിങ് വീൽ ഉണ്ടായില്ല. ആ സ്പിന്നിങ് വീലില് നമുക്ക് അതിൽ പോയിന്റർ ഡിയിൽ വന്ന് നിൽക്കാനുള്ള ചാൻസ് എത്രയാണ്? പ്രോബിലിറ്റി എന്ന് വെച്ചാൽ ചാൻസ് അല്ലേ. ആ പോയിന്റർ, ഇവിടെ ഒരു പോയിന്റർ കാണുന്നില്ലേ, പോയിന്റർ. ഈ പോയിന്റർ ഡിയിൽ വന്ന് നിൽക്കാനുള്ള ചാൻസ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡി അല്ലേ നമുക്ക് ചോദിച്ചിരുന്നത്, അതുകൊണ്ടാണ് ഡി വന്നത്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. എന്താണ്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. അങ്ങനെ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. ഇവിടെ ഫേവറബിൾ ഔട്ട്കം എത്രയാണ്? ഫേവറബിൾ നമുക്ക് വേണ്ടത് ഡി ആണ്. ഡി എത്ര ടൈംസ് ഉണ്ട് ഇതിൽ? 1 ടൈം അല്ലെ, ഒരു പ്രാവശ്യമുള്ളൂ. അപ്പോൾ 1, ഒരു ഡി അല്ലേ ഉള്ളൂ, അപ്പോൾ 1. ടോട്ടൽ ഔട്ട്കംസ് ടോട്ടൽ എത്രയാ? 1, 2, 3, 4, 5. ടോട്ടൽ 5. എത്ര ഇതുണ്ട്? 1. ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, സി, ഡി, എ. അപ്പൊ എ റിപ്പീറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും നമുക്ക് എത്ര സെക്ടർ ആയിട്ട് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ടോട്ടൽ ഔട്ട്കംസ് 5ഉം നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡി എത്രയുള്ളൂ? 1. അപ്പൊ 1/5. എന്റെ ആൻസർ ആണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഡി ഈസ് ഈക്വൽ ടു 1/5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് getting an ace from a well shuffled deck of 52 playing cards. 52 playing cardsൽ ace കിട്ടാനുള്ള പ്രോബബിലിറ്റി, ace കിട്ടാനുള്ള ചാൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 52 കാർഡ്സിൽ എത്രയാണ് എ ഉണ്ടാകുന്നത്? ഏസ് കാർഡ് എന്ന് പറയുമ്പോൾ എ ഉണ്ടോ? എ വരുന്നത് എത്ര കാർഡ് ഉണ്ട്? 4 എണ്ണം ഉണ്ടാവും. ഇങ്ങനത്തെ കാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 52 പ്ലേയിങ് കാർഡ്സിൽ എ 4 എണ്ണം വരും. അപ്പോൾ നമുക്കിനി ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഏസ് അല്ലെ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഏസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അപ്പോൾ ഇതിൽ ഫേവറബിൾ ഔട്ട്കം ഏസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏസ് എത്ര ഉണ്ടെന്ന് പറഞ്ഞത്? 4 എണ്ണം അല്ലേ. അപ്പം 4 നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം 4 ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം എത്രയാ? 52 കാർഡ്സിലാണ് 4. അപ്പോൾ ടോട്ടൽ ഔട്ട്കം 52. മനസ്സിലായില്ലേ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം. ഫേവറബിൾ ഔട്ട്കം നമുക്ക് ഏസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏസിൽ 4 എണ്ണം ഉണ്ട്, നമ്മളിത് കണ്ടു. അപ്പോൾ 4 ബൈ ടോട്ടൽ ഔട്ട്കം 52. 4 ബൈ 52. ഇനി 4ഉം 52 നമുക്ക് വെട്ടിപ്പോകാമല്ലോ അല്ലേ, ഷോർട്ടാക്കാമല്ലോ. ഇപ്പോൾ 2 നമുക്ക് 4 ബൈ 52.
സിമ്പിളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടിനെ നമുക്ക് ഈവൻ നമ്പർ ആണ്, ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് രണ്ടിനെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2 2s are 4. ഇവിടെയോ 2 2s are 4. ബാലൻസ് വരുന്നതിൻ്റെ അപ്പോൾ ഇവിടെ 12 വരും. 60s are 12. ഇപ്പോൾ 2/26 കിട്ടി. ഇനി വീണ്ടും നമുക്ക് ഇതിൽ 2 കൊണ്ട് കട്ട് ചെയ്യാം. 1 2s are 2. ഇവിടെയോ 1 2s are 2. 3 2s are 6. ഇപ്പോൾ എത്ര കിട്ടി? 1 13 അല്ലേ? അപ്പോൾ 1/13. ആൻസർ 1/13. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഏസ് 4/52 ആയിരുന്നു. അത് നമ്മൾ ചെറുതാക്കി 1/13 ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ആപ്പിൾ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ നിന്നും റെഡ് ആപ്പിൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ആപ്പിൾ അല്ലേ? ഗെറ്റിംഗ് റെഡ് ആപ്പിൾ, probability of getting a red apple. അപ്പോൾ probability of getting red apple equal to number of favorable outcomes divided by total outcomes. ഇപ്പോൾ റെഡ് ആപ്പിൾ എത്ര ഉണ്ട് ഇതിൽ? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം. പിന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, കുറേ പ്രോബ്ലംസ് ആയില്ലേ നമ്മൾ ഇതുപോലത്തെ ചെയ്യുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുമ്പോൾ റെഡ് ആപ്പിൾ എത്ര ഉണ്ട്? 1 2 3 4 അല്ലേ? 4. ടോട്ടൽ ഔട്ട്കം, ടോട്ടൽ എത്രയുണ്ട്? 1 2 3 4 5 6 7. ടോട്ടൽ ഔട്ട്കംസ് 7 അല്ലേ? അപ്പോൾ എന്തുവരും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ആപ്പിൾ 4/7. ആൻസർ എത്രയാ? 4/7. മനസ്സിലായല്ലോ? റെഡ് ആപ്പിൾ എത്ര ഉണ്ടെന്ന് നോക്കാം. ഫേവറബിൾ ചോദിച്ചേക്കുന്നത് റെഡാണ്. അപ്പോൾ റെഡ് 4 എണ്ണം. ടോട്ടൽ ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ്, ടോട്ടൽ ഔട്ട്കംസ് ഡിവൈഡ് ബൈ 7. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.